കണ്ണൻ ഇപ്പോ വലിയൊരു വിലാപം, അതായത് അല്ലെങ്കിൽ മ്ലേച്ഛ ഭരണകൂടമാണ്. ഇപ്പൊ ഈ ആശാസമരവുമായി ബന്ധപ്പെട്ടതിന്റെ തുടർച്ചയിൽ സർക്കാരിനെ വിശേഷിപ്പിക്കുന്ന മ്ലേച്ഛ ഭരണകൂടം ഒരു മാതിരി ശാപവാക്കുകളാണ് ഗവൺമെന്റിനെതിരെ. അപ്പൊ ഇതിനോട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, ഈ പഴയ തറവാടുകളിൽ നിന്ന് വഴിതെറ്റിപ്പോയി കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പിള്ളേരെടുക്കല് കാരണവന്മാർ പറഞ്ഞിരുന്നതും മ്ലേച്ഛനാണ്, നീ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നശിച്ചു പോകുന്നല്ലേ, ശമിച്ചു പോകുന്നുള്ളതാണ്. ഇതൊക്കെ പുള്ളി കഥയും സിനിമയൊക്കെ വായിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഈ ഒരു ആധികാരികതയും പഴയ സ്വഭാവത്തിനും ഇപ്പോഴും റെലവൻസ് ഉണ്ടെന്ന് കരുതിയാണ് ഈ ശാപം കൊണ്ടിറങ്ങണത്. ശാപം എന്ന് പറയുന്നത് വല്ലാത്ത പുഴുത്ത സവർണതയുടെ അടയാളമാണ് ഈ ശാപം എന്ന് പറയുന്നത്. ആരെയാണ് ശപിക്കുന്നത്? മ്ലേച്ഛൻ എന്ന പദത്തിന് എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൻ മാത്രമല്ലല്ലോ, വേറെ ഇപ്പം CR പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടല്ലോ, നോവലിസ്റ്റ് ഇല്ലേ, അദ്ദേഹം ആശാസമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ പുഴുക്കുത്തു വീണ സോഷ്യൽ ഫാബ്രിക്കിനെ കുറിച്ച് എഴുതുന്നതിന് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഈ കർഷക തൊഴിലാളിയുടെയും കർഷകരുടെയും ഒക്കെ അനന്തര തലമുറയെ നിങ്ങൾ ഇന്ന് നോക്കിയാൽ രണ്ട് സ്ഥലത്ത് കാണാം. അല്ല, അതിന്റെ തൊട്ടടുത്ത അതിന്റെ രണ്ടാം തലമുറയെ നിങ്ങൾക്ക് ബിവറേജസിന്റെ ക്യൂവിലും, മൂന്നാം തലമുറയെ ഏതെങ്കിലും സിന്തറ്റിക് ഡ്രഗ് അടിച്ച് എവിടെയെങ്കിലും വഴിയിൽ കിടക്കുന്നതും കാണാം എന്നുള്ളതാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? പുഴുത്ത സവർണതയാണ്. ഈ പുഴുത്ത സവർണതയിൽ നിന്നാണ്. ഇവിടെ ലഹരി ഒരു പ്രശ്നമായിരിക്കാം, പക്ഷെ അത് കർഷക തൊഴിലാളിയുടെ മൂന്നാം തലമുറയാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? മനസ്സിൽ ഞൊരക്കുന്ന ആ വൃത്തികേടിന്റെ ബഹിർസ്ഫുരണമാണ്. ഇതൊക്കെ സന്ദർഭങ്ങളിൽ പുറത്തു വരികയാണ്. അതിൽ നിന്നാണ് ഈ മ്ലേച്ഛത, ശാപം എന്നൊക്കെയുള്ള പദം. സർക്കാരിനെ കുറിച്ച് വിമർശിക്കാം, സർക്കാരിനെ കുറിച്ചോ ഭരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെക്കുറിച്ചോ ഒക്കെയുള്ള വിമർശനങ്ങൾ പൊളിറ്റിക്കലാണ്. ആ പൊളിറ്റിക്കലായിട്ട് വിമർശിക്കണം. അതിന് ശാപവും മ്ലേച്ഛത എന്നുള്ള പദം ഉപയോഗിക്കില്ല. എന്തിനാണ് മ്ലേച്ഛത എന്ന് പറയുന്ന സന്ദർഭം, എന്ത് കോണ്ടെക്സ്റ്റിലാണെന്ന് ആലോചിക്കണം. ആ കോണ്ടെക്സ്റ്റ് വളരെ രസകരമാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീം വർക്ക്, ആ സ്കീം വർക്കുള്ള തൊഴിലാളികൾക്ക് ഉള്ള വേതനം അത് ഏത് രൂപത്തിലാണെങ്കിലും, ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഓണറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസ്ഥാനം കൊടുക്കുന്നതാണ്, ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നതാണ്. എനിക്കറിയില്ല അതെവിടെയാണ് പറഞ്ഞു വെച്ചിരിക്കണം എന്നുള്ളത്. എന്തായാലും അവർക്ക് കിട്ടുന്ന വരുമാനമാണ്. അത് ദേശീയ അടിസ്ഥാനത്തിൽ അവർക്ക് വർദ്ധിപ്പിക്കണം. അവർക്ക് മിനിമം തൊഴിലവകാശങ്ങളുള്ളൊരു വിഭാഗമായി വളരണമെന്ന് ഒരു ദേശീയ ഡിമാൻഡ് നിലനിൽക്കെ ആ ഡിമാൻഡിനിൽ നിന്നും അവരെ അബ്സോൾഡ് ആക്കി, അവരെ ബെയിൽ ഔട്ട് ചെയ്ത് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്ക് പുറകിലാണ്. സംസ്ഥാനങ്ങൾക്ക് മേൽ കേരളത്തിനെതിരായിട്ടാണ് സമരം നടക്കണമെങ്കിലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കാണ് ഈ ഉത്തരവാദിത്വം എന്നതാണ് അതിന്റെ ഇമ്പാക്റ്റ്, അതിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര യൂണിയൻ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും അവർക്ക് കൈയൊഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് വാസ്തവത്തിൽ ഇവിടെ നടന്നത്. ആ സമരത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ പറയുന്നത്. കണ്ണൻ പറയുന്നത് വളരെ ലളിതമാണ്. കണ്ണൻ പറഞ്ഞത് എന്താണ്? 21,000 രൂപയാണല്ലോ ആദ്യം ചോദിച്ചത്. 21,000 രൂപ കൊടുക്കണമെങ്കിൽ 396 കോടി രൂപ മതിയല്ലോ. ആ 396 കോടി രൂപ കണ്ടെത്താൻ എന്താണ് പ്രയാസം? 100 കോടി രൂപ നിങ്ങൾ മന്ത്രിമാർക്ക് കാറ് മേടിക്കാൻ മാറ്റി വെച്ചിട്ടില്ലേ? അപ്പൊ ഞാൻ ഈ മന്ത്രിമാർക്ക് കാറ് മേടിക്കാൻ സാധാരണ ഹെഡ് അക്കൗണ്ട് ഇത് എവിടുന്നാണ് മന്ത്രി കാറ് മേടിക്കാൻ ചെലവ് എങ്ങനെയാണ് വരുന്നത്? ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സിലാണ്, ബഡ്ജറ്റിനകത്തുള്ള ഡിമാൻഡിലാണല്ലോ. ഡിമാൻഡായിട്ട് നിയമസഭ വോട്ട് ചെയ്യുന്ന ഡിമാൻഡുകൾ വെച്ചിട്ടാണല്ലോ ചെലവ് നടത്താൻ പറ്റുക. ഈ ഡിമാൻഡുകളിലാണല്ലോ വരുന്നത്. അപ്പോൾ ഭരണത്തലവന്മാർ, മന്ത്രിമാർ, മന്ത്രിസഭ, ആ ചെലവുണ്ട്. ഒരു ഹെഡാണ്, ഒരു ഡിമാൻഡാണ്. ഹെഡല്ല, ഡിമാൻഡാണ്. ആ ഡിമാൻഡിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു സാധനം? ഇല്ല. പറഞ്ഞു പരത്തുകയാണ്. പിൽക്കാലത്ത് അദ്ദേഹം ആ പദത്തിൽ മനോരമയിൽ ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം അത് മാറ്റി. എന്താ പറഞ്ഞെന്നറിയോ? മന്ത്രിമാർക്കടക്കം കാറ് മേടിക്കാൻ നന്നാക്കി. അപ്പോൾ ഈ ആഖ്യാനം നടത്തിക്കൊണ്ടിരുന്നത് മന്ത്രിമാർക്ക് കാറ് മേടിക്കാൻ 100 കൊടുത്തു, പിന്നെ 396 കൊടുത്താൽ എന്താന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഇത് എങ്ങനെ കാണുന്നത്? 21,000 കോടി രൂപ ആശമാർക്ക് കൊടുത്തു എന്നിരിക്കട്ടെ, അങ്കണവാടിക്കാർക്ക് എന്ത് ചെയ്യും? 60,000 പേരുണ്ട് ഇവര് അങ്കണവാടിക്കാർ. അപ്പൊ 60ഉം 26ഉം 86 മിഡ് ഡേ ഉച്ചഭക്ഷണ തൊഴിലാളികൾ, കുക്ക് ഹോം ഹെൽപ്പേഴ്സ് എത്രയുണ്ട് സ്കൂളുകളിൽ? 13,000 പേരുണ്ട്. അവർക്ക് കൊടുക്കണ്ടേ? എത്രയാണ് റിസോഴ്സ് വർക്കേഴ്സ്? എത്ര കൊടുക്കണം? അപ്പോ ഇത് നമ്മൾ ചോദിച്ചു, ഇത് എത്രയിൽ നിൽക്കും?
അത് നിങ്ങൾ എങ്ങനെയാണ് സർക്കാരിന്, അതാണ് ഞാൻ പിണറായി വിജയൻ ആയതുകൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവരെ തമ്മിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് കണ്ണൻ കാണുന്നത്ര അലസമായ ആഖ്യാനം നടത്താൻ കഴിയില്ല എന്ന് കണ്ണൻ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കലി ഇൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ദുഷ്ടതരം നിറഞ്ഞ രാഷ്ട്രീയ ഉന്നത്തോടെ നടത്തുന്ന പദപ്രയോഗങ്ങളാണ് ഈ മ്ലേച്ഛത, ഈ ശാപവചനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതിലൊന്നും അർത്ഥമില്ല. ഇത് ഇങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഉത്തരവാദിത്വങ്ങൾ സംസ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ യൂണിയൻ സർക്കാരിന്റെ കേന്ദ്രീകരണ പ്രവണതകൾക്കെതിരായി നടക്കുന്ന സമരത്തെ, വിശാലമായ സമരത്തെ, ആ സമരത്തെ പോലും വിട്ടുകൊടുക്കുന്നത്, അതിലേക്കാണ് എത്തുന്നത്. അതാണ് ഈ പദപ്രയോഗങ്ങളുടെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത്.